എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോഷകപ്രദമായ തോരൻ ഉണ്ടാക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായാണ്. നമ്മൾ കഴിക്കുന്ന ചെറുപഴത്തിൻ്റെ പച്ചയ്ക്കുള്ള കായാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചു. അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച ചെറുപയറും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തേങ്ങയും ചെറിയ ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ നല്ലപോലെ ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് നമ്മളെ അരപ്പിൻ്റെ പച്ചയവ് മാറുന്നവരെ അടച്ചു വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പ് പാകത്തിനില്ലെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. കാരണം പയറും കായും നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്. അരപ്പിൻ്റെ പച്ചയവ് മാറുന്നവർ നമ്മൾ അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് താളിച്ചിടാം. അതിനായി നമ്മൾ 2-3 നെല്ലി വെളുത്തുള്ളി ചതച്ചതും കടുവും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് താളിച്ചു. നമ്മൾ ഏത് തോരൻ ഉണ്ടാക്കിയാലും അത് താളിക്കുമ്പം 2-3 വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് നല്ലതാണ്. തോരന് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ താളിച്ച് ചേർത്താൽ. നമ്മുടെ ഏറെ പോഷകപ്രദമായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഞ്ഞിക്കോ ചോറിനോ ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ കായും പയറും ഇട്ട് പുഴുക്കും തോരനും ഒക്കെ ധാരാളം ഉണ്ടാക്കുമായിരുന്നു. പറമ്പിലുണ്ടാകുന്ന കായും ചെറുപയറും ഒക്കെ ചേർത്ത് ഇതേപോലുള്ള തോരനും ഒക്കെ ഉണ്ടാക്കി നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ